Here we explain the famous Leibnitz theorem for the product of the two functions to find the nth derivative of product of two functions. U is the first function and V is the second function. Then the Leibniz theorem states that the nth derivative of the product UV is first function into nth derivative of the second plus NC1 into first derivative into n minus 1th derivative of the second plus nc2 into second derivative into n minus 2th derivative of the second plus etc. plus nth derivative of first function into the second function. Okay, n equal to 2 ആകുന്ന കേസ് നമ്മൾ ഫെമിലിയർ ആണ്. പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, അതിൻ്റെ ജനറലൈസേഷൻ ആണ് നമ്മൾ ലെബനിസ് തിയറത്തിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് nc1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു n minus 1th ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് nc2 ഇൻറ്റു second derivative of the second function into n minus 2th derivative of the second function. Second function, etc. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റിസൾട്ടുകളുണ്ട്. നമുക്കറിയാം എൻ സി ആർ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. എൻ സി ആർ സ്റ്റാൻഡ്സ് ഫോർ എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. യൂസിങ് ദിസ് വി ഹാവ് എൻ സി സീറോ ഈസ് n factorial by 0 factorial into n minus 0 factorial, that is n factorial. 0 factorial എന്ന് പറയുന്നത് 1 ആണ്. Okay, 0 factorial stands for 1. So it is n factorial by n factorial is 1. അപ്പോൾ nc0 1 ആണ്. Similarly n കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? n factorial divided by n minus n factorial, that is 0 factorial into r factorial എന്ന് പറയുന്നത് n factorial ആണ്. So n factorial by n factorial, this is again 1. What is n minus 1 cn എന്ന് പറയുന്നത് n minus 1 factorial divided by n factorial into n minus of n minus 1, that is 1. അപ്പോൾ n minus 1 factorial divided by n factorial എന്ന് പറയുന്നത് 1 by n ആണ്. ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിസൾട്ട് എൻ സി ആർ, എൻ സി സീറോ എന്ന് പറയുന്നത് 1 ആണ്, എൻ സി എൻ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഒരു റിസൾട്ട് കൂടി നമ്മൾ അപ്ലൈ ചെയ്യും. അതിതാണ് എം പ്ലസ് 1 സി ആർ പ്ലസ് എം സി ആർ എന്ന് പറയുന്ന ടൈം. എം പ്ലസ് 1 സി ആർ പ്ലസ് എം സി ആർ, അല്ലെങ്കിൽ എം സി ആർ മൈനസ് 1 പ്ലസ് എം സി ആർ ഈസ് സ്റ്റാൻഡ്സ് ഫോർ എം പ്ലസ് 1 സി ആർ. ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യും. എം സി ആർ മൈനസ് 1 പ്ലസ് എം സി ആർ ഈസ് എം പ്ലസ് 1 സി ആർ. അപ്പോൾ നമ്മൾ ലെബനീസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷനാണ്. എൻ ഈക്വൾ ടു 2ന് പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ എൻ ഈക്വൾ ടു 1ന് പ്രൂവ് ചെയ്യും, എൻ ഈക്വൾ ടു 2ന് പ്രൂവ് ചെയ്യും. ദെൻ അസ്യൂം ദാറ്റ് ദ തിയറം ഈസ് ട്രൂ ഫോർ എം ഫോർ എവറി ഇൻറ്റിജർ എം ലെസ് ദാൻ എൻ. ദെൻ prove that this theorem is true for m plus 1. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. assume that prove the theorem for n equal to 1, prove the theorem for n equal to 2, assume that the theorem is true for any integer m which is less than n. n-നേക്കാളും താഴെയുള്ള ഏത് ഇൻറ്റിജറിനും അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. and based on this assumption we will prove the theorem for m plus 1. then it will be true for every positive integer m. so first we will prove the theorem for n equal to 1, that is the first derivative of the product u1. അത് നമുക്കറിയാം, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ദിസ് ഈസ് പ്രൂഫ് സെയിം ആസ് എൻ സി സീറോ ഇൻറ്റു യു വി 1 പ്ലസ് എൻ സി എൻ ഇൻറ്റു വി യു 1. രണ്ടും 1 ആണ്. റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഇവിടെ ഇത് എൻ സി സീറോ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ എൻ സി എന്നും ഉണ്ട്. എൻ സി സീറോ, എൻ സി 1, എൻ സി 2 എക്സെട്ര എൻ സി എൻ മൈനസ് 1, എൻ സി എൻ വരെയാണ് ഇത് പോകുന്നത്. എൻ സി സീറോ 1 ആയതുകൊണ്ടും എൻ സി എൻ 1 ആയതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ആ ടൈം എഴുതാത്തത്. സോ ദ തിയറം ഈസ് ട്രൂ ഫോർ ഹിയർ എൻ ഈക്വൾ ടു 1ന് തിയറം ട്രൂ ആണ്. ഓക്കെ, 1c0 എന്നും ഇതിനെ 1c1 എന്നും എഴുതാം. n ഈക്വൾ ടു 1 ആകുന്ന കേസിൽ തിയറം ട്രൂ ആണ്. നൗ വി കൺസിഡർ the theorem for n equal to
2വിന് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. uv2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കറിയാം ഈസ് uv1 പ്ലസ് u1vn. ഇതിനെ ഒന്നുകൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒരു തവണ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു, വി ഡിഫറൻഷിയേറ്റ് വൺസ് മോർ. ദാറ്റ് ഈസ് uv1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v1 ഈസ് v2 പ്ലസ് v1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u ഈസ് u1. അപ്പോൾ ഫസ്റ്റ് ടൈമിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ്. ഇതുപോലെ തന്നെ u1 v1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു u1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v1 ഈസ് v2 പ്ലസ് v1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u1 ഈസ് u2. This can be written as uv2 plus v1 u1 and u1 v2. അതുപോലെ ഉണ്ട് v1 u2. ഇതെല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ നമുക്ക് u1 v2 എന്ന് വരും. ഇവിടെ നമുക്ക് നമ്മൾ എഴുതിയപ്പോൾ മാറിപ്പോൾ uv1 പ്ലസ് vu1 ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അവിടെ നമ്മൾ അറിയാതെ uv1 എന്ന് എഴുതിപ്പോയി. ഓക്കെ, അതിലൊന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. uv1 ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് v1 ഈസ് v2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ v1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u ഈസ് u1. ഇതുപോലെ തന്നെ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u1 ഈസ് u2 പ്ലസ് derivative of the first v1 into v into u2 plus u1 into v1 into u1. This is uv2. v1 u1 plus v1 u1 എന്ന് പറയുന്നത് 2u1 v1 plus v u2. This is എന്നിന്റെ സ്ഥാനത്ത് 2 ആണെങ്കിൽ ഇവിടുത്തെ 1ന് 2c0 uv2 plus 2 can be written as 2c1 u1 v1 plus this is 2c2 uv2. Okay, but this is of the form nc0 into uv2 plus nc1 into u1 v1 plus nc2 into uv2 formulaic one. So the theorem is true for n equal to 2. Now we assume that the theorem is true for every positive integer m less than n. അപ്പോൾ ഇവിടെ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് എം ഇട്ട് ഇത് ട്രൂ ആണെന്ന് അസൈൻ ചെയ്തു. uVm ഈക്വൽ ടു uVm പ്ലസ് mc1 u1 vn മൈനസ് 1. അതൊന്ന് എഴുതി നോക്കാം. uv-യുടെ mth ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇറ്റ് ഈസ് mc0 ഇൻറ്റു uvm പ്ലസ് mc1 ഇൻറ്റു u1 vm മൈനസ് 1 പ്ലസ് mc2 ഇൻറ്റു u2 vm minus 2 plus etc plus mcr into ur vm minus r plus etc plus mcm minus 1 m minus 2. Okay, m minus 2 u m minus 2 m n minus 1 സ്ഥാനത്ത് m minus 1 n minus 1 സ്ഥാനത്ത് m minus 1 v പ്ലസ് യു എം. ഇത് ട്രൂ ആണെന്നാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, ഇത് നമ്മുടെ കയ്യിലുണ്ട്. നൗ വി ഹാവ് ടു പ്രൂവ് ദ തിയറം ഫോർ m പ്ലസ് 1. സോ നമ്മൾ യു വിയുടെ m പ്ലസ് 1th ഡെറിവേറ്റീവ് കാണും. യു വിയുടെ m പ്ലസ് 1th ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് യു വിയുടെ mth ഡെറിവേറ്റീവിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് യു വിയുടെ mth ഡെറിവേറ്റീവ് ഇതാണെന്ന് നമുക്കുണ്ട്. ഡിഫറൻഷിയേറ്റ് വൺസ് മോർ. അങ്ങനെയാണ് നമ്മൾ m പ്ലസ് 1th ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം. mc0 കോൺസ്റ്റന്റ് ആണ്. mc0 ഇൻറ്റു ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫംഗ്ഷൻ u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി എം ഈസ് വി എം പ്ലസ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വി എം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു ഈസ് യു 1 പ്ലസ് mc1 ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. u1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി എം മൈനസ് 1 ഈസ് വി എം പ്ലസ് വി എം മൈനസ് 1 ഇൻറ്റു derivative of u1 is u2 plus mc2 into u2 into derivative of vm minus 2 is vm minus 3 plus vm minus 2 into
u2ൻ്റെ ഡെറിവേറ്റീവ് u3 പ്ലസ് എക്സെട്ര പ്ലസ് എം സി ആർ ഇൻറ്റു ഡെറിവേറ്റീവ് യു ആർ ഇൻറ്റു വി എം മൈനസ് ഓഫ് ആർ പ്ലസ് 1 ഇൻറ്റു വി എം മൈനസ് ആർ ഇൻറ്റു പ്ലസ് വി എം മൈനസ് ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു ആർ ഈസ് യു ആർ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എം സി എം മൈനസ് 1 ഇൻറ്റു യു എം മൈനസ് 1 ഇൻറ്റു വി 1 പ്ലസ് പി ഇൻറ്റു യു എം പ്ലസ് ലാസ്റ്റ് ടൈം ഈസ് എം സി എം ഇൻറ്റു അവിടുത്തെ വണ്ണിൻ്റെ സ്ഥാനത്ത് എം സി എം എഴുതുക. ഇവിടെ എം സി എം ഉണ്ട്, എം സി എം അത് വണ്ണിൻ്റെ സ്ഥാനത്ത് എഴുതുക. യു എം വി 1 പ്ലസ് വി ഇൻറ്റു യു എം പ്ലസ് 1. ഇത് നമ്മൾ സെയിം ടേംസ്, അതായത് ഒരേപോലെയുള്ള ടേംസ് ഒന്നിച്ചെടുക്കുക. ഇവിടെ എം സി 0 ഇൻറ്റു നോക്കി യു എം പ്ലസ് 1 ബി, അത് നമ്മൾ ഒന്നിച്ചെടുക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു വി എം പ്ലസ് 1 പ്ലസ് അവിടെ ഒരു എം സി 0 ഉണ്ട്, അത് അവിടെ എം സി 0 ഇൻറ്റു യു ഇൻറ്റു വി എം പ്ലസ് 1 പ്ലസ് വി എം യു 1. ഇത് രണ്ടിടത്ത് വരുന്നുണ്ട്. വി എം യു 1 ഇവിടെയുണ്ട്, അതായത് എം സി 0 പ്ലസ് എം സി 1 ഇതിന് കോമൺ ആയിട്ടാണ് അത് എം സി 0 പ്ലസ് എം സി 1 ഇൻറ്റു യു 1 വി എം, അത് രണ്ടിടത്തും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുക്കും. അവിടെ എം സി 0 എം. ഇതുപോലെ തന്നെ എം സി 1 പ്ലസ് എം സി 2 യു 2 ഇൻറ്റു വി എം മൈനസ് 1 അവിടെ കോമൺ ആണ്. എം സി 1 പ്ലസ് എം സി 2 ഇൻറ്റു യു 2 വി എം മൈനസ് 1 എന്നൊരു ടേം അവിടെ കിട്ടും. യു 2 എം മൈനസ് 1. ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പോയാൽ ഇവിടെ വരുന്നത് എം സി ആർ മൈനസ് 1 പ്ലസ് എം സി ആർ ഇൻറ്റു യു ആർ വി എം മൈനസ് ആർ, ഇതാണ് കോമൺ ടേം. പ്ലസ് ലാസ്റ്റ് ടേം വരുന്നത് നോക്കുക എം സി എം ഇൻറ്റു യു എം പ്ലസ് 1 ബി. ഇങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടേംസ് കമ്പൈൻഡ് ആയിട്ട് എടുത്തത് ഇറ്റ് ഈസ് എം സി 0 ഇൻറ്റു യു എം പ്ലസ് 1, എം സി 0 1 എന്ന് കൊടുക്കുക, യു ഇൻറ്റു വി എം പ്ലസ് 1 പ്ലസ് ഇത് എം സി ആർ മൈനസ് 1 പ്ലസ് എം സി ആർ എന്ന് പറയുന്നത് എം പ്ലസ് 1 സി ആർ ആണ്. സോ എം സി നോട്ട് പ്ലസ് എം സി 1 എന്ന് പറയുന്നത് എം പ്ലസ് 1 സി 1 യു 1 വി എം, അടുത്തത് എം പ്ലസ് 1 സി 2 ഇൻറ്റു യു 2 വി എം മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എം പ്ലസ് 1 സി ആർ യു ആർ വി എം മൈനസ് ആർ പ്ലസ് എക്സെട്ര പ്ലസ് യു എം പ്ലസ് 1 വി. From this it is clear that the result is true for m plus 1, that is u v m plus 1, m plus 1 c 1 u 1 v m plus m plus 1 c 2 u 2 v m minus 1 plus etc plus u m plus 1 v. Theorem is true for m plus 1, so the result is true for every positive integer n. So this is Leibnitz theorem. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷേ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ജസ്റ്റ് 2 പ്രോബ്ലംസ് ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ nth ഡെറിവേറ്റീവ് ഓഫ് y equal to x square into e raised to x into cos x. Find the nth derivative of x square into e raised to x into cos x. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സിൻ്റെ കോസ് എക്സ് ആയിട്ട് എടുക്കുക. കാരണം ഇ റൈസ് ടു എക്സ് കോസ് എക്സ് സ്റ്റാൻഡേർഡ് ഫോം ആണ്. അതിൻ്റെ nth ഡെറിവേറ്റീവ് നമുക്കറിയാം എന്നുള്ളത്. സോ ഇറ്റ്സ് nth ഡെറിവേറ്റീവ് ഈസ് ഓക്കെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of e raised to x cos x. First function into derivative of e raised to x cos x, that is d by dx of e raised to x cos x plus nc1 into derivative of the first 2x into ഇതിൻ്റെ nth derivative. Okay. First function into nth derivative of the second function plus nc1 into derivative of the first derivative into n minus 1th derivative of dn minus 1 by dx raised to n minus 1. N minus 1th derivative of e raised to x into cos x plus nc2 into derivative of 2x is 2
ഇൻറ്റു n മൈനസ് 2th ഡെറിവേറ്റീവ് dx റൈസ് ടു n മൈനസ് 2 ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി അടുത്ത ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് NC3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 ബിക്കംസ് 0. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചതിനെ നിർത്താം. ഓക്കെ, അടുത്ത ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല, കാരണം അടുത്ത NC3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 ആണ്, അത് 0. ബാക്കിയുള്ള എല്ലാ ടൈംസും 0യിലോട്ട് പോകും. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്, നമുക്കറിയാം nth ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എ റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് പ്ലസ് സി പ്ലസ് എൻ തീറ്റ ഇൻറ്റു ആർ റൈസ് ടു എൻ ആണ്. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കുക, ഇ റൈസ് ടു എ എക്സിൻ്റെ കോസ് ബി എക്സ് പ്ലസ് സി. അവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ഇ റൈസ് ടു എ എക്സ് എ എന്ന് പറയുന്നത് 1 ആണ്, കോസ് ബി എക്സ് പ്ലസ് ബിയുടെ സ്ഥാനത്തും 1 ആണ്. ദെർഫോർ ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 1 2 റൈസ് ടു 1/2. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/1 ഈക്വൽ ടു 1, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു π/4. ഈ രണ്ട് വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ആർ ഈക്വൽ ടു 2 റൈസ് ടു 1/2 എന്നും തീറ്റ ഈക്വൽ ടു π/4 എന്നും നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്സിലേക്ക് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ എങ്ങനെ, ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു nth ഡെറിവേറ്റീവ് ഈസ് ഓഫ് ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് ഈസ് ആർ റൈസ് ടു എൻ, ദാറ്റ് ഈസ് 2 റൈസ് ടു 1/2 ദ ഹോൾ റൈസ് ടു എൻ, 2 റൈസ് ടു 2/n ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് എന്ന് പറയുമ്പോൾ ബി എക്സ് പ്ലസ് തീറ്റ, തീറ്റ ഈസ് π/4 കോസ് എൻ തീറ്റ എന്നാണ്, കോസ് എൻ തീറ്റ. അപ്പോൾ കോസ് എൻ π/4 എന്ന് വരും. ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 2/n ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എൻ π/4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈമിൻ്റെ nth ഡെറിവേറ്റീവ്. പ്ലസ് NC1 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n വരും. n ഇൻറ്റു NC1 ഈസ് n ഇൻറ്റു 2x ഇൻറ്റു, അപ്പോൾ 2nx വരും. n മൈനസ് 1th ഡെറിവേറ്റീവ് ആണ് വരുന്നത്. nth ഡെറിവേറ്റീവിൻ്റെ ജനറൽ ഫോമുല നമുക്കറിയാം. ഇപ്പോൾ r റൈസ് ടു n മൈനസ് 1 വരും, r റൈസ് ടു n മൈനസ് 1/2 ഓക്കെ ഇൻറ്റു എ റൈസ് ടു എൻ, എയുടെ സ്ഥാനത്ത് 1 ആണ്, 1 റൈസ് ടു n 1 വന്നു. ഇനി കോസ് എക്സ് പ്ലസ് n മൈനസ് 1 π/4, എൻ തീറ്റ എന്നിൻ്റെ സ്ഥാനത്ത് π/4 പ്ലസ് ഒരു ടേം കൂടി നമ്മൾ ആഡ് ചെയ്യണം, NC2. NC2 എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ആണ്. സോ 2 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഇതിൻ്റെ n മൈനസ് 1th ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/2 റൈസ് ടു n മൈനസ് 2, 1/2 റൈസ് ടു n മൈനസ് 2, ഇവിടെ 1/2 റൈസ് ടു n മൈനസ് 1/2, 1/2 റൈസ് ടു n മൈനസ് 2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് n മൈനസ് 2 ഇൻറ്റു π/4. So this is the total terms. അപ്പോൾ തന്നിരിക്കുന്ന ടേമിൻ്റെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇത്രയും. ഇതിൻ്റെ അകത്ത് കോമൺ ടൈംസ് ഓരോ ഘട്ടത്തിലും ഇ റൈസ് ടു എക്സ് കൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ, ആർ ഇ റൈസ് ടു എക്സ് ഉണ്ട്, NC1 ഇ റൈസ് ടു എക്സ്. ഇത്രയും ടൈംസിന് നമ്മൾ അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ട് കോമൺ ടൈംസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ലെബനിസ് തിയറം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് തന്നിരിക്കുകയാണ് y എന്ന് പറയുന്നത്, സപ്പോസ് കോസ് ഇൻവേഴ്സ് ഓഫ് y/b, കോസ് ഇൻവേഴ്സ് ഓഫ് y/b എന്ന് പറയുന്നത് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n
given that cos inverse of y by b is log x by n the whole raised to n. Prove that. Prove ചെയ്യാനുള്ളത് x square into yn plus 2 plus 2n plus 1 into x into yn plus 1 x into yn plus 1 plus 2n square yn equal to 0. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. Given that cos inverse of y by b is log x by n the whole raised to n, prove that x square into yn plus 2 plus 2n plus 1 into x into yn plus 1 plus 2n square yn equals 0. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ yn plus 2 കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന n plus 2th ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 പ്രാവശ്യം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y2 കിട്ടുക, ദെൻ അഗൈൻ nth ഡെറിവേറ്റീവ് കാണുക, അപ്പോൾ നമുക്ക് n plus 2th ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ ആദ്യം y1 കാണുക, ദെൻ y2 കാണുക, ദെൻ ഡിഫറൻഷിയേറ്റ് n ടൈംസ് വി ഗെറ്റ് yn plus 2. ഓക്കെ, അപ്പോൾ yn plus 2 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? y1 കാണുക, ഡിഫറൻഷിയേറ്റ് വൺസ്, ഡിഫറൻഷിയേറ്റ് ടോയ്സ് y2 കിട്ടും, ദെൻ ഡിഫറൻഷിയേറ്റ് n ടൈംസ് വി ഗെറ്റ് yn plus 2. ആ ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന cos inverse of y by b equal to log x by n raised to n. അപ്പോൾ log x square എന്ന് പറയുന്നത് 2. അപ്പോൾ log x raised to n എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അത് n log x ആണെന്ന് അറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? ഇറ്റ് ഈസ് n ഇൻറ്റു ലോഗ് എക്സ് ബൈ എന്ന്, n ഇൻറ്റു ലോഗ് എക്സ് ബൈ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് y ബൈ ഈസ് n ഇൻറ്റു ലോഗ് എക്സ് ബൈ n എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒരു പ്രാവശ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് നമുക്കറിയാം, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് -1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് y ബൈ ബി ആണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് വൺസ് വി ഗെറ്റ് ഇറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് y ബൈ ബി, ദാറ്റ് ഈസ് y സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു y ബൈ ബിയുടെ ഡെറിവേറ്റീവ്, ഇറ്റ് ഈസ് 1 by b into derivative of y, that is y1 dy by dx. Okay, equal to n into logarithmത്തിന്റെ ഡെറിവേറ്റീവ് 1 divided by x by n, n into 1 by x by n into derivative of x by n is 1 by എത്രയുണ്ട്? n into 1 divided by x by n into 1 by n. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ ഇറ്റ് ഈസ് -1 by b ഇൻറ്റു ഇത് ബി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആവും. ഒന്ന് ചെയ്തു 1 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ. ഈ ഡിവൈഡ് ബൈ ബി സ്ക്വയർ റൂട്ടിനകത്താണ് ഇൻറ്റു y1 ഈക്വൽ ടു എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയി 1 by x by n എന്നുള്ളത് n by എക്സിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ 1 by റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയറിൻ്റെ റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോൾ ബി 1 by b വരും, ആ ബി മുകളിലേക്ക് പോവും, ആ ബിയും കൂടി കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ 1 by റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 by b ആണ്, അത് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ബി ഡിവൈഡ് ബൈ 1 by b വരും, അത് ക്യാൻസൽ ചെയ്ത് പോയി റിമൈൻസ് മൈനസ് ഓഫ് 1 by റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ y1 ഈക്വൽ ടു n by x. ഇത് ഇക്വേഷൻ 2. ഇതാണ് ഫസ്റ്റ് ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഒന്ന് സ്ക്വയർ ചെയ്യാം, രണ്ട് സൈഡിലും ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇറ്റ് ഈസ് y1 സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, അത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. വി ഗെറ്റ് y1 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് n square into b square minus y square equal to 0. Cross multiply y1 square x square plus n square into b square minus y square equal to 0. ഇതിനെ നമുക്ക് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, സെക്കൻഡ് ടൈം ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. y1 സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 2x plus second function x square into derivative of y1 square is 2y1 into derivative of y1 is y2 plus n square into derivative of b square minus y square is minus
derivative of y square is 2y into derivative of y is y1 equal to 0. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഒരു 2y1 ഇവിടെ കോമൺ ആണ്, അത് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 2y1. അപ്പോൾ ദിസ് ബിക്കം എക്സ് ഇൻറ്റു y1, 2 നമ്മൾ മൊത്തത്തിൽ കളയുകയാണ്, പ്ലസ് 2y1 കളഞ്ഞപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് ഒരു 2y1 കളഞ്ഞ് കഴിയുമ്പോൾ ഇത് എൻ സ്ക്വയർ y ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 മൈനസ് എൻ സ്ക്വയർ, ഒരു മൈനസിൻ്റെ മൈനസ് ഇല്ല അല്ലേ, മൈനസ് കൂടെ എവിടെ പോയല്ലോ, ഇവിടുത്തെ മൈനസ് നമ്മൾ ഒരു മൈനസ് ഓഫ് മൈനസ് ആയിരുന്നു കേട്ടോ, അത് പ്ലസ് ആയി. ഇപ്പോൾ ഇത് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ nth ഡെറിവേറ്റീവ് കിട്ടാൻ നമ്മളിതിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, എക്സ് ഇൻറ്റു y1നെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പ്രോഡക്റ്റോടാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സ് ഇൻറ്റു y1നെ n ടൈംസ് കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ yn പ്ലസ് 1 ആയി, പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1, ഇതാണ് ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ്, പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y2നെ വീണ്ടും n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ yn പ്ലസ് 2, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 2x, പ്ലസ് n സ്ക്വയർ y-നെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ടൈംസ് ഉണ്ടോ എന്ന് നോക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു yn പ്ലസ് 2, എക്സ് സ്ക്വയർ ഇൻറ്റു yn പ്ലസ് 2, ഇത് നമ്മൾ എടുത്തു, എക്സ് സ്ക്വയർ ഇൻറ്റു y പ്ലസ് 2. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, n ടൈംസ് അവിടുത്തെ n അവിടെ പോയി, n പ്ലസ് 1 ഇൻറ്റു എക്സ്, 2x ഇൻറ്റു y2 n സ്ക്വയർ ഇൻറ്റു y. നമ്മൾ 2 മൊത്തത്തിൽ കളഞ്ഞു അല്ലേ, അവിടെ ഒരു നിമിഷം, സോറി, നമ്മൾ ഇവിടെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ ലെബനീസ് തിയറം അപ്ലൈ ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ചെയ്ത്, അവിടെ ലെബനീസ് തിയറത്തിൻ്റെ NC1 NC2 എന്ന് പറയുന്ന ടൈംസ് കൂടി ആഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ടൈമിലും നമ്മൾ ലെബനീസ് തിയറം അപ്ലൈ ചെയ്യണം. ഓക്കെ, ഓരോ ടൈമിലും നമ്മൾ ലെബനീസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു n പ്ലസ് 1, nth ഡെറിവേറ്റീവ് ഓഫ് yn ഈസ് yn പ്ലസ് 1, പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഫംഗ്ഷൻ NC1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് 1 ഇൻറ്റു y1ൻ്റെ n-1th ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് y1നെ n-1 ടൈംസ് കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് yn കിട്ടും, പ്ലസ് NC2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഒന്നുകൂടി 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഓക്കെ, പ്ലസ് ഇതിനെ ലെബനീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y2 ഈസ് yn പ്ലസ് 2, പ്ലസ് NC1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 2x ഇൻറ്റു y2ൻ്റെ n-1th ഡെറിവേറ്റീവ്, nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് yn പ്ലസ് 1, പ്ലസ് NC2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും. ഉണ്ട് 2x, അതിൻ്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഇതിനെ വീണ്ടും എന്താണ് y2ൻ്റെ ഇവിടെ നമ്മൾ n-1th ഡെറിവേറ്റീവ് ഉണ്ട്, n പ്ലസ് 2th ഡെറിവേറ്റീവ് കാണുമ്പോൾ yn. ഓക്കെ, ഇനി അടുത്ത ടൈം കാണുമ്പോഴത്തേനും അത് ഡെറിവേറ്റീവ് 0 ആയി പോകും, അവിടെ വെച്ച് നമുക്ക് നിർത്താം. അതായത് 2ൻ്റെ അടുത്ത ഡെറിവേറ്റീവ് കാണുന്നത് 0 ആണ്. പിന്നെ n സ്ക്വയർ ഇൻറ്റു y-യുടെ nth ഡെറിവേറ്റീവ് yn ഈസ് 0. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. എക്സ് ഇൻറ്റു yn പ്ലസ് 1, NC1 എന്ന് പറയുന്ന n ആണ്, n yn പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു yn പ്ലസ് 2 പ്ലസ് NC1 ഇൻറ്റു 2, ദാറ്റ് ഈസ് 2 NC1 എന്ന് പറയുന്ന n ആണ്, 2n എക്സ് yn പ്ലസ് 1 പ്ലസ് 2 NC2 എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ഇൻറ്റു 2.
2n n minus 1 yn plus n square yn equal to 0. അപ്പോൾ ഒരു ടൈം 2n ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 2n സ്ക്വയർ മൈനസ് 2n 2n സ്ക്വയർ മൈനസ് 2 എന്ന് പറയുമ്പോഴത്തേനും അത് n സ്ക്വയർ 2n സ്ക്വയർ y ആവും. ഇറ്റ് ഈസ് 2n സ്ക്വയർ yn മൈനസ് 2n yn പ്ലസ് n സ്ക്വയർ y. ആ ടൈംസ് എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ ആ ടൈംസ് ഒന്ന് നോക്കുക. ദിസ് ഈസ് എക്സ് സ്ക്വയർ yn പ്ലസ് 2 പ്ലസ് 2 എക്സ് സ്ക്വയർ yn പ്ലസ് 2 പ്ലസ് nc1 ഇൻറ്റു yn. നമ്മൾ എഴുതിയത് ശരിയല്ലേ? അപ്ലൈയിങ് ലെബനീസ് തിയറം എക്സ് വൈ വണ്ണ് ലെബനീസ് തിയറം അപ്ലൈ ചെയ്യും. എൻ സ്ക്വയർ വൈ എക്സ് സ്ക്വയർ വൈ ടുവിന് ലെബനീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 പ്ലസ് എൻ സി 1 ഇൻറ്റു വൈ എൻ. ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് 2 പ്ലസ് എൻ സി 1 ഇൻറ്റു വൈ എൻ പ്ലസ് 1 ഇൻറ്റു 2x പ്ലസ് എൻ സി 2 ഇൻറ്റു വൈ എൻ ഇൻറ്റു 2 പ്ലസ് എൻ സ്ക്വയർ വൈ എൻ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ വൈ എൻ പ്ലസ് 2 നമ്മൾ ഒരു ടൈം നമുക്കുണ്ട്. പ്ലസ് വൈ എൻ പ്ലസ് 1 ടൈംസ് വരുന്നത് നോക്കുക. 2nx പ്ലസ് എക്സ്. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ വൈ എൻ പ്ലസ് 2 എടുത്തു പ്ലസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1. ഓക്കെ, 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 പ്ലസ്. അപ്പോൾ ഇത് ഈ ടൈം നമ്മൾ എടുത്തു, ഈ ടൈമും എടുത്തു പ്ലസ്. ഇനി റിമൈൻ ചെയ്യുന്നത് ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 2n സ്ക്വയർ മൈനസ് 2n ഇൻറ്റു വൈ എൻ ആണ്. ഓക്കെ, അപ്പോൾ 2n സ്ക്വയർ പ്ലസ് n സ്ക്വയർ എന്ന് വരും. 2n സ്ക്വയർ 2n ഇവിടെ ഒരു n വൈ എൻ ഉണ്ട്. n വൈ എന്നും മൈനസ് 2n വൈ എന്നും കൂടി കട്ട് ചെയ്ത് പോകുമ്പോൾ മൈനസ് n വൈ എൻ ആവും. ആ n വൈ എന്നും അവിടുത്തെ ടേമും കൂടി മനസ്സിലായി, n സ്ക്വയർ വൈ എൻ. അപ്പോൾ അത് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് വൈ എൻ പ്ലസ് 1 ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് പോകണം അല്ലേ. n വൈ എൻ ഉണ്ട്. 2nc2 nc2 എന്ന് പറയുന്ന n ഇൻറ്റു n മൈനസ് 1. അപ്പോൾ 2n സ്ക്വയർ മൈനസ് 2n നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 2nc2 ആയിരുന്നു. ഓക്കെ, ഈ 2nc2 എന്ന് പറയുമ്പോൾ നമ്മൾ nc2 നോക്കുക. nc2 ഈസ് ബൈ ഫോർമുല n ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ n മൈനസ് 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈ n ഫാക്ടോറിയൽ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഈ n മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ n മൈനസ് 2 ഫാക്ടോറിയൽ n മൈനസ് 2 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി n ഇൻറ്റു n മൈനസ് 1 ബൈ 2 വരും. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ആണ്. ഈ 2 കട്ട് ചെയ്ത് പോകും. റിമൈൻ ചെയ്ത് n സ്ക്വയർ മൈനസ് n, ദാറ്റ് ഈസ് n സ്ക്വയർ മൈനസ് n ഇൻറ്റു വൈ എൻ. ഇവിടെ ഒരു പ്ലസ് n വൈ എൻ കിടപ്പുണ്ട്, ഇവിടുത്തെ ഒരു മൈനസ് n വൈ എൻ കിടപ്പുണ്ട്. അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു. റിമൈൻ ചെയ്യുന്ന n സ്ക്വയർ വൈ എൻ പ്ലസ് n സ്ക്വയർ വൈ എൻ ആണ്. ദാറ്റ് ഈസ് 2n സ്ക്വയർ വൈ എൻ ഈക്വൽ ടു 0. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ വൈ എൻ പ്ലസ് 2 പ്ലസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 പ്ലസ് 2n സ്ക്വയർ വൈ എൻ ഈക്വൽ ടു 0. ഓക്കെ, ഇനി കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.